സോളാർ കേസുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി ഗണേഷ് കുമാർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നില്ല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സരിത എസ് നായരുടെ കത്ത് വ്യാജമാണെന്ന ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് സുധീർ ജേക്കബ് കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഗണേഷ് കുമാറിനെ പ്രതിയാക്കി കേസ് ഫയൽ ചെയ്തത്. 21 പേജുള്ള സരിത എസ് നായരുടെ ഒറിജിനൽ കത്ത് തിരുത്തി ഉമ്മൻചാണ്ടിയുടെ പേര് ഉൾപ്പെടുത്തി 25 പേജ് ആക്കിയതിന് പിന്നിൽ ഗണേഷ് കുമാർ ആണെന്നായിരുന്നു സുധീർ ജേക്കബിന്റെ പ്രധാന ആരോപണം. സുധീർ ജേക്കബിന്റെ ഈ ഹർജി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗണേഷ് കുമാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളുകയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ആത്മാവിന് നീതി ലഭിക്കണമെങ്കിൽ കേസിൽ അന്വേഷണം നടക്കണമെന്ന് ജസ്റ്റിസ് CV കുഞ്ഞികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കേസിലെ പരാതിക്കാരുമായി ചേർന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്നതാണ് കേസ്. ഗൂഢാലോചന നടത്തി എന്നത് ആരോപണമായി നിലനിൽക്കുന്ന കാലത്തോളം ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് പൊറുക്കില്ല. ഗണേഷ് കുമാർ നിരപരാധിയാണെങ്കിൽ അതും തെളിയണം. അതുകൂടി പരിഗണിച്ചാണ് കേസ് തുടരണമെന്ന തീരുമാനത്തിലെത്തിയെന്നും വിധിയിൽ ചൂണ്ടിക്കാട്ടി. പരാതിക്കാരിയുടെ കത്തിൽ തിരുത്തൽ വരുത്താൻ ഗൂഢാലോചന നടത്തിയെന്നും പേര് പിന്നീട് എഴുതി ചേർത്തതാണെന്നുമാണ് സുധീർ ജേക്കബിന്റെ പരാതി. ജയ് ഹിന്ദ് ന്യൂസ്, കൊച്ചി.